നമസ്കാരം. അംശി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നവി മുംബൈ നായർ സർവീസ് സൊസൈറ്റി വാശിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിന്റെയും താരനിശയുടെയും പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നവി മുംബൈ നായർ സർവീസ് സൊസൈറ്റി വാശിയിൽ സംഘടിപ്പിച്ച താരനിശയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരവും രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരുന്നു. യുവതലമുറയെ മുന്നോട്ട് കൊണ്ടുവരുവാനും ഉത്തരവാദിത്തങ്ങൾ നൽകി മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ശ്രമങ്ങൾ സംഘടന നടത്തണമെന്നും വനിതകൾക്കായി കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഈ ഒരു പരിപാടി ഇവിടെ അരങ്ങേറുന്നത് ഒരു സമുച്ചയം പണിതുയർത്തുന്നതിനാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളിൽ വന്ന ഒരു വരിയിലേക്ക് ഒരു ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് ആവശ്യമാണ്. ഒരു വനിതാ വിഭാഗം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം വനിത ഇല്ലാതെ നമുക്ക് വീടില്ല, മക്കളില്ല, അല്ലെ? പാരമ്പര്യത്തിന്റെ തുടർച്ചയില്ല. അടുത്ത യുഗത്തിലേക്ക് സമ്മാനിക്കുവാൻ ഒരു വനിതയില്ലെങ്കിൽ നമുക്കാവില്ല. ഒരു വീടിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്, ഒരു വീടിന്റെ ബഡ്ജറ്റിംഗ് തുടങ്ങി ആ വീടിനെ സാമ്പത്തിക ആരോഗ്യം വരെ സമ്മാനിക്കുന്ന വനിത എന്ന് പറയുന്നത് ഈ സംഘടനയ്ക്കും അങ്ങനെ ഒരു വനിതാ വിഭാഗം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു വരിയും കൂടി ഞാൻ ചേർക്കുന്നു, അതൊരു കണ്ണിയും കൂടിയായിരിക്കും. ഒരു യുവജന വിഭാഗം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. യുവജനത 15 വയസ്സുള്ള ബാലനെയും ബാലികയും കൊണ്ടുവരൂ വേദിയിലേക്ക്. MLA മന്ദാതായി മാത്രേ, സിഡ്കോ അർബൻ ഘട്ട് മാനേജർ KSV നായർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. സംഘടനയ്ക്കൊരു ഓഫീസ് എന്ന വിഷയത്തെ പ്രതിപാദിച്ച് സംസാരിച്ചതിന്റെ തുടർച്ചയായാണ് MLA മന്ദ മാത്രേ പ്രസംഗം തുടങ്ങിയത്. मुझे इतनी लैंग्वेज समझ में नहीं आती है, थोड़ा लैंग्वेज का प्रॉब्लम होता है, तो मैंने सुना उनके भाषण में कि प्लॉट नहीं है हमको ऑफिस के लिए वगैरह. तो मुझे ऐसा लगता है आप मेरे पास आओ एक बार, हम शांति से बैठेंगे. अभी प्लॉट निकलने वाले हैं. मैं उनको वही बताया कि मेरे को थोड़ी थोड़ी समझ में आती, क्योंकि ये पिल्ले विल्ले के साथ में रह के थोड़ी तो भाषा समझ में आती, बात नहीं आती है, समझ में आती है. ഓഫീസിന് വേണ്ട സ്ഥലം സിഡ്കോയിൽ നിന്നും ലഭ്യമാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് MLA ഉറപ്പു നൽകി. हमारी जगह हमारे प्लॉट के लिए जरूर कोशिश करेंगे, क्योंकि आचार संहिता इसलिए मैं कुछ आश्वासन नहीं देती हूँ, फिर भी मैं आपके लिए जरूर प्रयास करूंगी. സിഡ്കോ അർബൻ ഘട്ടിൽ സ്റ്റാളുകൾ നൽകി കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകൾക്ക് പ്രോത്സാഹനം നൽകുവാൻ സൗകര്യമൊരുക്കാമെന്ന് അർബൻ ഘട്ട് മാനേജർ KSV നായർ പറഞ്ഞു. ഒരു കുടുംബശ്രീ, അതായത് ഒരു കുടുംബശ്രീയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഉദ്യോഗം കണ്ടുപിടിക്കുക. ആ ഉദ്യോഗത്തിന് ഏത് മാർക്കറ്റുണ്ടോ ആ മാർക്കറ്റിൽ നമ്മൾ അത് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ വിൽപ്പന കുറേശ്ശെ കൊണ്ടുവരും എന്നുള്ളതാണ്. അർബനാൻ്റെ ഉദ്ദേശം തന്നെയാണ്. സാധാരണക്കാരന് ആവശ്യമുള്ള സാധനം നമ്മുടെ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉള്ള ആൾക്കാർക്ക് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനമാണ് ഈ സിഡ്കോ അർബനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിച്ചു. NSS നവി മുംബൈ പ്രസിഡന്റ് മധു നായർ അധ്യക്ഷത വഹിച്ചു. വനിതകൾക്കായിട്ട് ഒരു കുടുംബശ്രീ ഫോം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ വിശദമായ വിവരങ്ങൾ നമ്മുടെ സിഡ്കോ സാർ നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഗൈഡൻസ് അനുസരിച്ചാണ് ആ യൂണിറ്റ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. AR പിള്ള, KGK കുറുപ്പ് തുടങ്ങിയവർ വേദി പങ്കിട്ടു. NSS നവി മുംബൈയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കുന്ന ഡയറക്ടറിയുടെ പ്രകാശനം മുഖ്യാതിഥി സുരേഷ് ഗോപി നിർവഹിച്ചു. സംഘടനയുടെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. സെക്രട്ടറി വേണുഗോപാലക്കുറുപ്പ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KS നായർ നന്ദിയും രേഖപ്പെടുത്തി. ആശിഷ് മുംബൈ ചടങ്ങുകൾ നിയന്ത്രിച്ചു. മധു നായർ, വേണുഗോപാലക്കുറുപ്പ്, രാധാകൃഷ്ണൻ, കൺവീനർ ശശി നായർ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. രസിപ്പിക്കുന്ന പാട്ടുകളും കിടിലൻ കോമഡിയുമായി ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ നേതൃത്വത്തിൽ വൻ താരനിര തന്നെയാണ് അണിനിരുന്നത്. വാശിയിൽ നടന്ന നായർ മഹാസമ്മേളനത്തിന്റെ
തുടർക്കാഴ്ചകളിലേക്ക് സ്വാഗതം. തുടർന്ന് മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ താരങ്ങൾ അണിനിരുന്ന താരസന്ധ്യ അരങ്ങേറി. തുടർന്ന് ചാലക്കുടിക്കാരൻ ചങ്ങാതി ഫെയിം സെന്തിൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങൾ അണിനിരുന്ന താരവിസ്മയ സന്ധ്യ അരങ്ങേറി. ഈ ഷോ നമ്മളിത് വിജയകരമായി നടത്താൻ സാധിച്ചു. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും നടത്തണമെന്ന് താല്പര്യമുണ്ട്. യുവഗായകരായ സോമദാസും ആൻമേരിയും ചേർന്ന് ആലപിച്ച ഗാനങ്ങൾ ഏറെ ഹൃദ്യമായി. ടെലിവിഷൻ കോമഡി താരങ്ങൾ അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകൾ ആസ്വാദകർക്ക് ചിരിപ്പൂരം സമ്മാനിച്ചു. നിങ്ങളിപ്പോ അണ്ണുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് ബിജുണ്ട്, പോയിട്ട് വെള്ളിയാഴ്ച വരി. ശരിക്കും കൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ. പാശ്ചാത്യ സംഗീതത്തെ തന്റെ കണ്ടനാളങ്ങളിലൂടെ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചു മിമിക്രി താരം ആദർശ് കൊല്ലം. മാജിക്കൽ ഡാൻസും ഫിഗർ ഷോയും വ്യത്യസ്തത കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു. അടിപൊളി പാട്ടുകളുമായി താരങ്ങൾ വേദിയിൽ നിറഞ്ഞപ്പോൾ ആസ്വാദകർക്ക് മറക്കാനാവാത്ത ദൃശ്യവിരുന്നൊരുക്കി NSS നവി മുംബൈ അവതരിപ്പിച്ച താരവിസ്മയം എന്ന മെഗാ ഷോ.
നമ്മളുടെ സംഘടനയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് കൂടുതൽ ഞങ്ങൾ താങ്ങ് കൊടുക്കുന്നത്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ പ്രളയാനന്തര ഇതിൽ ഞങ്ങളുടെ സമുദായം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ ഹെൽപ്പുണ്ട് നമ്മളെ ഇതിൽ. പിന്നെ മരണാനന്തര കാര്യങ്ങളിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ലീഗൽ സെല്ലിൻ്റെ ലീഗലായിട്ടുള്ള മാറ്റേഴ്സിന് ലീഗൽ സെല്ലിലുണ്ട്. ആ ലീഗൽ സെല്ല് ആ കാര്യങ്ങളിപ്പം ഒരു ഫാമിലി ആരുമില്ല, പിള്ളേരും കുടുംബാംഗം മാത്രം ഉണ്ടെങ്കിൽ അവർക്കുള്ള ഹെൽപ്പുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യക്കാർ. സിനിമയിൽ 55 വർഷങ്ങൾ പിന്നിട്ട മധുവിന്റെ സംഭാവനകൾ അടയാളപ്പെടുത്തിയ മധുവസന്തം എന്ന പരിപാടി ഇന്ത്യൻ സിനിമയുടെ കടന്നുപോയ വഴികൾ അനാവരണം ചെയ്യുന്നതായിരുന്നു. മലയാളത്തിന്റെ മഹാനടൻ മധുവിന് സ്നേഹാദരവുമായി മുംബൈ മലയാളി വെൽഫെയർ അസോസിയേഷൻ. മധു അഭിനയിച്ച് അനശ്വരമാക്കിയ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ അവതരണത്തോടെയാണ് പരിപാടികൾക്ക് സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ ശിഷ്യനും പ്രമുഖ ഗായകനുമായ എം ദിലീപ് കുമാർ ആദ്യ ഗാനം ആലപിച്ചു. കാട്ടുതുളസിയിലെ മാണിക്യ വീണയുമായി എത്തിയത് നടൻ ജഗദീഷ് ആയിരുന്നു. വൃശ്ചിക രാത്രിതൻ എന്ന ഗാനത്തിന്റെ ആലാപനവുമായി മനോജ് കെ ജയനും സുജാതയും വേദിയിലെത്തിയപ്പോൾ സദസ് നീണ്ട കരഘോഷത്തോടെ ഏറ്റുവാങ്ങി. സിനിമയിൽ 55 വർഷങ്ങൾ പിന്നിട്ട മധുവിന്റെ സംഭാവനകൾ അടയാളപ്പെടുത്തിയ മധുവസന്തം എന്ന പരിപാടി മലയാള സിനിമയുടെ കടന്നുപോയ വഴികൾ അനാവരണം ചെയ്യുന്നതായിരുന്നു. മുംബൈ മലയാളി വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളും വിശിഷ്ടാതികളും ചേർന്ന് മഹാനടന് മഹാനഗരത്തിന്റെ ആദരവ് കൈമാറി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ആലീസ് വൈദ്യൻ മുഖ്യാതിഥിയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ മധുരമായ ഗാനങ്ങളൊക്കെ കേട്ടു. സാറിന് വേണ്ടി ഫെലിസിറ്റേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ് എല്ലാം. അതിന് കൂടെ തന്നെ നമ്മൾ എന്നും കാണുന്ന ആക്ടേഴ്സ് പാട്ടും. മുംബൈയിലെത്തിയ മഹാനടനോടുള്ള ആദരവ് കൈമാറിയാണ് ഓസ്കാർ അവാർഡ് ജേതാവ് ഡോക്ടർ റസൂൽ പൂക്കുട്ടി വേദി വിട്ടത്. മധുസാറിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ വളരെ ചുരുക്കം വ്യക്തിത്വങ്ങളെ മധുസാറിനെ പോലെയുള്ള വ്യക്തികൾ ഉള്ളൂ. ബോംബെയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീദേവാനന്ദ് ജി, വി ശാന്താറാം, ധർമ്മേന്ദ്ര, ഇങ്ങനെ എണ്ണിപ്പറയാവുന്ന വ്യക്തിത്വങ്ങളോട് ചേർത്ത് നിൽക്കാവുന്ന മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് എന്നെ സംബന്ധിച്ചോളം. ഡോക്ടർ കെ എൻ രാഘവൻ, പ്രിൻസിപ്പൽ കമ്മീഷണർ GST, ജ്യോതിഷ് മോഹൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ്, MP രാമചന്ദ്രൻ, ചെയർമാൻ ജ്യോതി ലാബറട്ടറി, MK ആനന്ദ്, MD ടൈംസ് നെറ്റ്വർക്ക്, ഡോക്ടർ ബനസീർ അബ്ദുൾ നാസർ, ബെൻസി പ്രൊഡക്ഷൻസ് തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വേദി പങ്കിട്ടു. ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ കാലം, അത് ഇന്നത്തെ ഈ രംഗത്തിൽ പാട്ടുകളെല്ലാം കേട്ടപ്പോൾ അവിടേക്ക് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. മധുസാറും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ധാരണ. അന്നത്തെ കാലത്ത് മധുശീല, മധുശാരദ, മധു ജയഭാരതി. മലയാള സിനിമാ തറവാട്ടിലെ കാരണവർക്ക് വിശിഷ്ടാതിഥികൾ ആശംസകൾ അറിയിച്ചു. When I heard all these songs, I remembered my time with my mom and dad when they used to sing these songs. So I've seen Mr. Madhu since I was a child, and I would like to congratulate him for his contribution in Malayalam cinema. നിങ്ങൾ പ്രസിഡന്റ് മെഡൽ വാങ്ങാൻ പോയ സമയത്ത്, നിങ്ങൾ ആ ട്രൂപ്പ് പോയ സമയത്ത് ചെമ്മീനിൽ there was an invite like this similar invite for which my father and mother were called, and apparently she could not come because she was carrying me and she was not well. So that is something that at least 3-4 times in my life I've heard. Annu Madhu sarna കാണാൻ പറ്റില്ല. So it is just fortunate that 52 years later I have been invited here, so I got her along. അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലത്ത് ഞാനും ഉണ്ടായിരുന്നു.
ഞാൻ ഓർത്ത് മനസ്സിലായി ഇത്രയും പ്രായമായ ആൾ വളരെ കോൺഷ്യസ് ആയിരിക്കും, ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും, ഭക്ഷണം കഴിക്കുന്നതൊക്കെ. പക്ഷെ ആൾ തീരെ ഫിനിക്കല്ല. അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മൾ രാവിലെ സാലഡ്, ഓട്സ് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യമില്ല. മലയാള സിനിമാ തറവാട്ടിലെ കാരണവരായ മധുവിന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ചാണ് മനോജ് കെ ജയൻ പറഞ്ഞത്. മധു സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പൊ അമ്മ അസോസിയേഷന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അവിടെ മമ്മൂക്ക വരും, ലാലേട്ടൻ വരും, എല്ലാവരും എണീക്കും. പക്ഷെ അതിനകത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങളും ശരികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ മധു സാർ ഒരു വരവ് വരും, അവിടെ നിശബ്ദത എന്ന് പറഞ്ഞാൽ അതാണ് മധു സാറിന്റെ പേഴ്സണാലിറ്റി. സിനിമയിലും ജീവിതത്തിലും പൊതുവെ ഗൗരവക്കാരനായി തോന്നുന്ന മധുവിന്റെ നർമ്മബോധം വെളിപ്പെടുത്തുന്ന സംഭവം ഓർത്തെടുത്ത് പറഞ്ഞാണ് ജഗദീഷ് മഹാനടനെ ആദരിക്കുന്ന ചടങ്ങിൽ ചിരിവിതറിയത്. അതിനുശേഷം സാധാരണ ഇതിലൊരു പ്ലെയിനൊക്കെ ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിനൊന്നും പോയില്ല, നമ്മൾ ആരും പോവില്ല, നമ്മൾ ആ പടം വിറച്ചിരിക്കും. മത്സരം ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഷൂട്ടിങ്ങിന് നേരെ കാർ ലൊക്കേഷനിലോട്ട് പോട്ടെന്ന്. ലൊക്കേഷനിൽ പോയി അവിടെ ചെന്നപ്പോ ഈവനിങ് ടിഫിൻ, വൈകുന്നേരമാണ് ചെന്നത്. അവിടെ ചെന്നപ്പോ ഒരു പരിപ്പൂട കൊടുത്തു. ആ പരിപ്പൂട ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോ നിറച്ച് പല ഒരു 5 ദിവസത്തെ പഴക്കമുണ്ട്. അപ്പൊ മത്സരം വിളിച്ചു, എടീങ്ങോ ഈ വട എനിക്ക് വേണ്ട. എന്താ സാർ? ഇന്ന് രാവിലെ പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചിരുന്നെങ്കിൽ എനിക്കൊരു മോളേ ഉള്ളൂ. അവൾ അറിയപ്പെടുന്ന പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ച മത്സറിന്റെ മകളെന്നാണ്. ഇപ്പം മരിച്ച പരിപ്പോടെ നിന്ന് മരിച്ച മത്സറിന്റെ മോളെന്ന് അറിയപ്പെടും. മുംബൈയിലെ സിനിമയുമായി ബന്ധമില്ലാത്ത സുഹൃത്തുക്കൾ നൽകിയ സ്നേഹാദരവിന് മധു നന്ദി പ്രകാശിപ്പിച്ചു. എനിക്ക് പറയാനുള്ളത് സ്നേഹത്തെ കുറിച്ചാണ്. ഞാനിവിടെ നിൽക്കുന്ന സ്നേഹത്തിന്റെ ബലത്തിലാണ്. കാരണം സിനിമയായിട്ടൊന്നും വലിയ സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സിനിമയുമായിട്ട് വലിയ ബന്ധമോ ഡയറക്റ്റായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത കുറേ സുഹൃത്തുക്കൾ, അവരുടെ സ്നേഹം, എത്രയോ വർഷമായിട്ടുള്ള അടുപ്പം. ഞാനിവിടെ നിൽക്കുന്നത് ഒരു സിനിമയുടെ ബലം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തതിന്റെ ബലം കൊണ്ടോ അല്ല, അവർക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ബലം കൊണ്ടോ. മുംബൈ മലയാളി വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മധുവസന്തം CA ബാബു, PNK മേനൻ, പ്രദീപ് കുമാർ, ബിജുകുമാർ, വിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം മലയാളത്തിൻ്റെ മഹാനടനായ പത്മശ്രീ മധുസാറിനെ ആദരിക്കാൻ കിട്ടിയ അസുലഭ നിമിഷം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു സുവർണ ലിപികളിൽ എഴുതി വെക്കാനാണ്. ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു അതുല്യ നടനാണ് മധുസാർ. നഗരത്തിന്റെ നേർക്കാഴ്ചകളുമായി മുംബൈ ഫാസ്റ്റ് ന്യൂസ്. ഗോൾഡൻ വോയ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ നാടൻ ശീലുകളുടെ ഈണവും താളവും ഒരുങ്ങി. ഒട്ടേറെ പ്രത്യേകതകളുമായാണ് ഗോൾഡൻ വോയ്സ് നാടൻ പാട്ട് റൗണ്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത്. പാടിപ്പഴകിയ നാടൻ പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ തനത് ശീലുകളുടെ ചുവട് പിടിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പാട്ടുകൾക്ക് ഈണവും താളവും നൽകുന്ന തിരക്കിലാണ് ഇവരെല്ലാം. നാടൻ പാട്ടിലെ വടക്കൻ പാട്ടുകാരനായ റംഷി പട്ടുവമാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലയിലും നാടൻപാട്ട് അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ മുംബൈ മലയാളി കുട്ടിയുടെ പാട്ട് കേട്ടപ്പോൾ ഈ സാധാ നാടൻ പാട്ടുകൾ യൂട്യൂബിൽ നിന്ന് എടുത്ത് അത് തന്നെ അതേപടി അവതരിപ്പിക്കുന്നൊരു ശൈലിയാണ് ഈ കേരളത്തിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ അവർ പഴയ പാരമ്പര്യത്തെ തേടി കണ്ടെത്തി ഈ പുതുതലമുറക്ക് ഇനി വരുന്ന നാടൻപാട്ട് മുംബൈ മലയാളികളിലോ ഇനി വരുന്ന പാട്ടുകാർക്ക് അവർ പകർന്നു കൊടുക്കാൻ പോകുന്ന ഒരു അറിവാണ് ഇത്. മുംബൈയിലെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരനായ വിനയൻ കളത്തൂരും റംഷിയും ചേർന്നാണ് മറുനാട്ടിലെ മത്സരാർത്ഥികൾക്ക് ഗ്രാമീണ ഗാനങ്ങളുടെ ഈടും പാവും തീർക്കുന്നത്. തനി നാടൻ പാട്ട് സെറ്റ് ചെയ്ത് അവരെ അത് മാത്രം പഠിപ്പിച്ച് അവരത് ശരിക്കുള്ള ഭാഷയിൽ, നല്ല ഭാഷയിൽ അവർ പ്രയോഗിക്കുകയാണ്. ഇത് വളരെ റയറായിട്ടുള്ളൊരു സംഭവമാണ്.
കാരണം സിനിമ പാട്ട് പഠിക്കുന്ന പോലെയല്ല നാടൻ പാട്ട് പഠിക്കല്. ആ നാടൻ പാട്ടിൻ്റെ വ്യത്യാസം, അതിൻ്റെ വ്യത്യസ്തത, അതിൻ്റെ താളത്തിൻ്റെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കുട്ടികൾ ചെയ്യുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. ഇതാദ്യമായാണ് ടെലിവിഷൻ മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്കായി പാട്ടുകൾ പ്രത്യേകം ചിട്ടപ്പെടുത്തുന്നത്. മറുനാട്ടിലെ ഗായകർക്ക് പുതിയ പാട്ടുകളുടെ വരികൾക്കൊപ്പം ഈണം നൽകാനും അവതരണത്തിൽ നൂതനാശയങ്ങൾക്ക് അവസരമൊരുക്കുകയും വ്യത്യസ്തമാകുകയാണ് ഗോൾഡൻ വോയ്സ് സീസൺ 2. ഏപ്രിൽ 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ നാടൻപാട്ട് റൗണ്ടിൽ മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ, ചലച്ചിത്ര നടി ശ്രീധന്യ, ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് ജനാർദ്ദനൻ പുതുശ്ശേരി, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം പ്രീതി വാര്യർ, പിന്നണി ഗായകൻ ബാബുരാജ് മേനൻ തുടങ്ങിയവർ വിധികർത്താക്കളായിരിക്കും. അംശുമ്പടി ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്ന കൂടുതൽ മുമ്പ് വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.